നിങ്ങളെ എന്നെപ്പോലെ ചെറിയ യൂട്യൂബറാണോ? ചെറിയ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ 200 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വല്ലവരുമാണോ? അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യണം കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് പലരും പറയും വലിയ വലിയ യൂട്യൂബേഴ്സൊന്നും ഇപ്പം യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇടലില്ല. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. യൂട്യൂബ് വ്യൂസ് തരുന്നില്ല, യൂട്യൂബിൽ ലിങ്കൊക്കെ വെട്ടിക്കുറച്ച് പോകാൻ പല കാര്യങ്ങളും കേൾക്കും. പക്ഷേ നിങ്ങളതൊന്നും കേട്ട് തളരരുത്. ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ പറയും ഏറ്റവും നല്ലത് യൂട്യൂബാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സ്പേസിൽ തന്നെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എനിക്ക് പണ്ടൊരു ചാനലുണ്ടായിരുന്നു, അതിനോടുള്ള താല്പര്യം പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ജനുവരി തൊട്ടിട്ടാണ് കേട്ടോ ഞാൻ സീരിയസ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പം ലെങ്തി വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒരേപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഒരേ ടൈമിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പം. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടേ, നിങ്ങളുടെ ഈ ലിങ്കും കാര്യങ്ങളും നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ടോ ഫാമിലിക്ക് ഷെയർ ചെയ്തിട്ടോ അവരൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ ജെന്യുവിനായിട്ട് ഇഷ്ടമുള്ള ഫ്രണ്ട്സും ഫാമിലിയും സപ്പോർട്ട് ചെയ്യുന്നല്ലാതെ വേറെ ഒരു തെണ്ടികളും നിങ്ങൾ രക്ഷപ്പെടുന്നതിൽ അവർക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ അവരൊന്നും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കരുത്. നിങ്ങൾ എന്താണോ പോസ്റ്റ് ചെയ്യുന്നത് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. എന്തായാലും വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിജയിച്ചു ഞാൻ എന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മടിച്ച് നിൽക്കാതെ മുന്നോട്ട് വരിക. എൻ്റെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിലും വലിയ ക്യാമറ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവണം എന്നില്ല. എന്താണെന്ന് വെച്ചാൽ നല്ല ക്യാമറ ഇല്ലാത്തത് കൊണ്ടല്ല, അതിൻ്റെ സെറ്റിങ്സ് ഒന്നും എനിക്ക് വലിയ വശമില്ല. എനിക്ക് ടെക്നിക്കൽ സൈഡൊക്കെ ഞാൻ ഭയങ്കര പൂറാണ്. എൻ്റെ പ്രൊഫഷൻ ഇതല്ല. അപ്പം എന്നാലും പറയുമ്പോൾ കൺസിസ്റ്റൻസി ഓവർ പെർഫെക്ഷൻ എന്നല്ലേ. നമുക്ക് പെർഫെക്റ്റ് ആക്കുന്നത് പിന്നെ ആക്കാം. ഇപ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാം. അപ്പോൾ